IPL-ൽ ഓറഞ്ച് ക്യാപ്പിനുള്ള പോരിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗേദ്വാദ്. ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ 60 പന്തിൽ പുറത്താവാതെ 108 റൺസ് നേടിയതോടെയാണ് ഗേദ്വാദ് രണ്ടാം സ്ഥാനത്തേക്ക് കയറിയത്. 8 മത്സരങ്ങളിൽ നിന്ന് 349 റൺസാണ് ഗേദ്വാദ് സ്വന്തമാക്കിയത്. 58.17 ശരാശരി 142.45 സ്ട്രൈക്ക് റേറ്റും ഗേദ്വാദിനുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരം വിരാട് കോഹ്ലി ഒന്നാമത് തുടരുന്നു. 8 മത്സരങ്ങളിൽ നിന്ന് 379 റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം. 63.17 ശരാശരിയും 150.40 സ്ട്രൈക്ക് റേറ്റും കോഹ്ലിക്കുണ്ട്. ഗേദ്വാദിൻ്റെ വരവോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ട്രാവിസ് ഹെഡ് മൂന്നാം സ്ഥാനത്തായി. 6 ഇന്നിംഗ്സുകൾ മാത്രം കളിച്ച ഹെഡിന് ഇപ്പോൾ 324 റൺസുണ്ട്. 54 ശരാശരിയാണ് നേട്ടം. 216 സ്ട്രൈക്ക് റേറ്റും ഓസ്ട്രേലിയൻ താരത്തിനുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ റിയാൻ പരാഗ് നാലാമതാണ്. 7 ഇന്നിംഗ്സിൽ നിന്ന് 318 റൺസാണ് പരാഗ് നേടിയത്. 63.60 ശരാശരി 161 സ്ട്രൈക്ക് റേറ്റിലുമാണ് പരാഗ് ഇത്രയും റൺസ് അടിച്ചെടുത്തത്. മുംബൈക്കെതിരായ മത്സരത്തിൽ താരത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു. 8 മത്സരങ്ങളിൽ നിന്ന് 62.80 ശരാശരിയിൽ 314 റൺസുള്ള സഞ്ജു നിലവിൽ അഞ്ചാമതാണ്. 152.43 സ്ട്രൈക്ക് റേറ്റ്. മുംബൈക്കെതിരായ മത്സരത്തിന് മുമ്പ് 8ാം സ്ഥാനത്തായിരുന്നു സഞ്ജു. മത്സരത്തിൽ 28 പന്തിൽ 38 റൺസുമായി സഞ്ജു പുറത്താവാതെ നിന്നിരുന്നു. ലക്നൌവിനെതിരെ ഇന്നലെ 27 പന്തിൽ 66 റൺസ് നേടിയ ശിവം ദുബെയാണ് 6ാം സ്ഥാനത്ത്. 8 മത്സരങ്ങളിൽ നിന്ന് 311 റൺസാണ് താരം നേടിയത്. 51.83 ശരാശരിയും 169.95 സ്ട്രൈക്ക് റേറ്റും ദുബൈക്കുണ്ട്. മുംബൈ ഇന്ത്യൻസ് ഓപ്പണർ രോഹിത് ശർമ്മ 7ാം സ്ഥാനത്തേക്ക് വീണു. രാജസ്ഥാനെതിരെ 6 റൺസ് എടുത്ത് രോഹിത് പുറത്തായിരുന്നു. 8 മത്സരങ്ങളിൽ നിന്ന് 303 റൺസാണ് രോഹിത്തിന് നേടാനായത്. 43 ശരാശരിയുണ്ട് രോഹിത്തിന്. 162.90 സ്ട്രൈക്ക് റേറ്റും. ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ KL രാഹുൽ 8ാം സ്ഥാനത്താണ്. രാഹുലിൻ്റെ അക്കൗണ്ടിൽ 302 റൺസുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 9ാമതായി. 8 മത്സരങ്ങളിൽ നിന്ന് 298 റൺസാണ് ഗിൽ നേടിയത്. 42.57 ശരാശരിയിലും 146.80 സ്ട്രൈക്ക് റേറ്റിലുമാണ് ഗില്ലിൻ്റെ റൺ വേട്ട. 7 മത്സരങ്ങളിൽ നിന്ന് 286 റൺസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സുനിൽ നാരായൺ 10ാം സ്ഥാനത്താണ്.